ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു, കടുകിട്ടു, അതിലോട്ട് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി എല്ലാം ചേർത്തു. അതൊന്ന് വഴറ്റിയതിന് ശേഷം കറിവേപ്പില ഇട്ടു. അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുത്തു. നന്നായി വഴറ്റിയതിന് ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളൊന്ന് മൂടി വെച്ച് നന്നായി വഴറ്റിയതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. നന്നായി മൂത്തതിന് ശേഷം വെള്ളവും കുടംപുളിയും കൂടെ ചേർത്ത് കൊടുത്തു. തിളയ്ക്കുമ്പോൾ അതിലോട്ട് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. ഓലമീനാണെങ്കിൽ അതും ചേർത്ത് കൊടുത്തു. നന്നായി തിളച്ചതിന് ശേഷം അത് നമ്മൾ മൂടി വെച്ചു. വെന്തതിന് ശേഷം അതിലോട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചിക്കൻ്റെ ഇതാട്ടോ ചെയ്യാൻ പോകുന്നത്, ചില്ലി ചിക്കനാണ് ചെയ്യുന്നത്. അതിലോട്ട് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കോൺഫ്ലവർ, കറിവേപ്പില, ചെറുനാരങ്ങയുടെ നീര് ഇതെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നല്ലോണം തിരുമ്മി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അതിനുശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടായപ്പോൾ എണ്ണ അതിലോട്ട് ഒഴിച്ചു. ചിക്കൻ വറക്കാൻ വെച്ചു. ചിക്കൻ നന്നായിട്ട് വറുത്ത് മുരിഞ്ഞ് വെന്ത് കഴിയുമ്പോൾ ചിക്കൻ വറുത്ത എണ്ണയിലോട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നന്നായി മൂപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ക്യാപ്സിക്കം, പച്ചമുളക്, തക്കാളി എല്ലാം കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഒന്ന് ഇതായി വഴറ്റി വരാനായിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നു. മൂടി തുറന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. പിന്നെ സോയാ സോസ്, അത് തക്കാളി സോസ് ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് വറുത്ത് വെച്ച ചിക്കൻ നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് നമ്മൾ 1 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് നമ്മൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ചിക്കനായി. അതിനുശേഷം നമ്മൾ മോരുകറി വെക്കാനുള്ള അരപ്പ് തയ്യാറാക്കാനുള്ള തേങ്ങ, ചെറുജീരകം, വെളുത്തുള്ളി ഇതെല്ലാം മഞ്ഞൾപ്പൊടി ഇതെല്ലാം അരച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കടുകിട്ടു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം നന്നായി വഴറ്റി അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തു. ശേഷം തൈരും ചേർത്ത് കൊടുത്തു. മോരുകറി ഇതായി കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ചു. ഉലുവ, കടുക് ഇതെല്ലാം ചേർത്തു. വറ്റൽമുളക്, ചെറിയുള്ളി ഇതെല്ലാം ചേർത്ത് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ മോരുകറിയായി. പിന്നെ ബീഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് നമുക്കെല്ലാം കൂടെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. നല്ല